ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സൂരത് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പനക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻസൺ ചേട്ടൻ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പാച്ചു എക്സ്ട്രാ ഡീസൻ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പയുള്ളപ്പോൾ അവൻ ഭയങ്കര ഡീസൻ്റാണ്. മമ്മിയൊക്കെ ഒരു ധ്യാനത്തിന് പോയിരിക്കുകയാണ് കോഴിക്കോട്. വീട്ടിൽ ആഷിയൊന്നുമില്ല. പപ്പയും ഞാനും ആൻസൺ ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പപ്പയുടെ ഒരു ബ്രദറിൻ്റെ വീട്ടിലാണ്, എല്ലാ കസിൻസും കൂടി കൂടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് വീട് കേട്ടോ. അപ്പോൾ റെസിഡൻസ് അസോസിയേഷനിലെ പിള്ളേരൊക്കെ കൂടി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര വെറൈറ്റി ഡാൻസൊക്കെ ആയിരുന്നു. പാട്ട് കോപ്പിറൈറ്റ് ഉള്ള കാര്യം നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പാച്ചു ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർ കാണിക്കണേന്നുള്ളത്. പ്രത്യേകിച്ച് വേറെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇന്ന് എന്താ പറയുക, ആണുങ്ങളുടേതായ ഈ വക ആഘോഷങ്ങളാണ് ഉള്ളത്. പിന്നെ എല്ലാവരും ജോളിയായിട്ട് കുറേ നേരം ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സെലിബ്രേഷൻ അല്ലേ. അപ്പം അപ്പന്മാരും ആൻറ്റിമാരും ഞങ്ങൾ കുറച്ച് കസിൻസും മാത്രമേ ഉള്ളൂ. എല്ലാ ഫുൾ ഫാമിലിയൊന്നും ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി സെൽഫിയൊക്കെ എടുത്ത്, പപ്പയുടെ ബ്രദേഴ്സും അവരുടെ വൈഫും മക്കളുമാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും 6 ബ്രദേഴ്സ് ഉണ്ട്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കണം കണ്ടിട്ട് പാച്ചും ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല, കാരണം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. നമുക്കിവരെല്ലാവരും ഡ്രിങ്ക്സ് എടുത്തിട്ടുള്ളത് കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. കാര്യം തൊട്ടടുത്താണ് നമ്മുടെ ചെറായി ബീച്ച് ഫെസ്റ്റൊക്കെ നടക്കുന്നത്. എന്നാലും പോകാനൊന്നും പറ്റിയില്ല. എന്നാലും എല്ലാവരും കൂടി കുറച്ച് സമയം ഒന്നിച്ചിരുന്ന് 12 മണിയായപ്പം പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും ന്യൂ ഇയർ വിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പയുടെ ബുള്ളറ്റ് കണ്ടാൽ ഫുൾ ടൈം അപ്പനും മോനും അതിൻ്റെ മുകളിലാണ്. അപ്പോൾ രാവിലെ ആണെങ്കിലും കറങ്ങാൻ പോക്കും കാര്യങ്ങളും ഫുൾ ടൈം 2 പേരും ബുള്ളറ്റുമ്മ കറങ്ങാൻ പോക്കാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ പുതിയൊരു വർഷം 12 മണിയായപ്പോൾ പടക്കമൊക്കെ പൊട്ടി. അപ്പോൾ പാച്ചു മുമ്പൊന്നും പേടിയില്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ അപ്പേനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2024ലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ കൂടിയിട്ട് ഉള്ളൊരു വർഷമാണ് 2023. ശരിക്കും എനിക്ക് പറഞ്ഞാലൊരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് നല്ല കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്വപ്നം പോലും വിചാരിക്കാത്ത കുറേ പ്രശ്നങ്ങളും ഒരുപാട് സ്ട്രഗിൾസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ അതിലെല്ലാത്തിലും എന്താ പറയുക, ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എന്തുകൊണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തൊരു പ്രശ്നം വന്നാലും അവിടെ വീണ് കിടന്നിട്ടില്ല. അവിടെ നിന്ന് എന്തായാലും എണീറ്റ് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഒരു കാര്യം, ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിത് സർവൈവ് ചെയ്തു പോയി. ശരിക്കും ഒരു സർവൈവൽ ഇയർ ആയിരുന്നു എനിക്ക് 2023 എന്ന് പറഞ്ഞാൽ. സന്തോഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഇയർ എൻഡ് ആയപ്പോഴത്തേക്കും കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനും ഒരുപാട് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഈ 2024 കുറച്ചെങ്കിലും എന്നോടൊരു അല്ലെങ്കിൽ ഞങ്ങളോടൊരു ഒത്തിരി നീതി കാണിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഈ 2024 നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരുടെ ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം നമ്മൾ അത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ മമ്മിയില്ല, ബിൻസി മമ്മി ധ്യാനത്തിന് പോയിരിക്കുകയാണ്. ആഷി ഇല്ല. പിന്നെ ഞങ്ങൾ അപ്പനും അമ്മയും മോനും പപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കസിൻസിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കസിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പോകണം എന്നുണ്ട്, അറിയില്ല, പള്ളിയിൽ പോകണം. ഈ പറഞ്ഞ പോലെ 2024 എന്ന് പറയുന്നത് 23നേക്കാളും കുറച്ചും കൂടി എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടക്കാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടത്തി തരാനായിട്ട് ദൈവത്തിനോടും പ്രാർത്ഥിക്കണം. പിന്നെ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാ ലക്ഷ്യങ്ങളും ഒക്കെ നടക്കട്ടെ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ ന്യൂ ഇയറും എനിക്കങ്ങനെ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനും അങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ മാത്രമുള്ള ഒരുപാട് കണ്ടൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു, നമ്മൾ 1-ാം തീയതിയാണ്, അപ്പോൾ നമുക്ക്
ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള പോലെ നമ്മൾ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. ഒരു ഐശ്വര്യമായിട്ടൊരു വീഡിയോ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആർക്കും ന്യൂ ഇയർ വിഷ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ ശരി, എന്താ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വർഷം ഒരുപാട് നല്ല നല്ല കണ്ടൻറ്റും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഫാമിലി ഗ്രോ ചെയ്യണം, പണ്ടത്തെ ഒരു വ്യൂ അതിലേക്ക് കൊണ്ടുവരണം. യൂട്യൂബ് പരമായിട്ടും ഫാമിലി പരമായിട്ടും പേഴ്സണലിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. അതിനെല്ലാത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ.